നമുക്കിന്ന് പനീർ മസാല ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കിയിട്ട് വരാം. എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന പനീർ മസാലയാണ്. കുറച്ച് ചേരുവകൾ, അതായത് വീട്ടിലുള്ള ചേരുവകൾ മാത്രം മതി ഇത് ഉണ്ടാക്കാനായിട്ട്. ആദ്യം നമുക്ക് പനീർ ഫ്രൈ ചെയ്തെടുക്കണം. എന്നിട്ടാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ചപ്പാത്തിയുടെ കൂടെ കഴിക്കാനും അപ്പത്തിൻ്റെ കൂടെ കഴിക്കാനും ഒക്കെ പറ്റിയൊരു ഡിഷാണ്. ചോറിൻ്റെ കൂടെയും കഴിക്കാം. അപ്പോൾ ആദ്യം നമുക്കിത് മാരിനേറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ പനീർ ഒരു 200 ഗ്രാമാണ് എടുത്തിരിക്കുന്നത്. അത് മാരിനേറ്റ് ചെയ്യാനായിട്ട് നമുക്ക് കുറച്ച് പൊടികൾ വേണം. അതായത് ആദ്യം മാരിനേറ്റ് ചെയ്യാൻ 1 ടീസ്പൂണോളം ഉപ്പ്, 1 ടീസ്പൂൺ ചുവന്ന മുളക് പൊടി, പിന്നെ കുറച്ച് ഗരം മസാല, പിന്നെ ടെർമറിക് പൗഡർ, ഇത്രയും കൂടി ഇട്ടിട്ട് നന്നായിട്ട് മാരിനേറ്റ് ചെയ്ത് വെക്കുക. പിന്നെ നമുക്ക് പാനിലേക്ക് കുറച്ച് ബട്ടർ ഇട്ട് കൊടുത്തിട്ട് അതൊന്ന് ഫ്രൈ ചെയ്ത് എടുക്കാം. നന്നായിട്ട് തന്നെ ഫ്രൈ ചെയ്യുക. അപ്പം മുളക് പൊടിയിട്ട് ആ കളറും ഒക്കെ നമുക്ക് നന്നായിട്ട് പുറത്തേക്ക് വന്നിട്ടുണ്ട്. നല്ലപോലെ ഒന്ന് പൊടിഞ്ഞു പോവാതെ ഫ്രൈ ചെയ്തെടുക്കണം. ഇനി അതേ പാനിലോട്ട് അത് മാറ്റി വെച്ചതിന് ശേഷം അതേ പാനിലേക്ക് തന്നെ നമുക്ക് കുറച്ചും കൂടെ ബട്ടർ ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ നമുക്ക് വേണ്ടത് 1 ടീസ്പൂൺ ജീരകം, പിന്നെ കുറച്ച് ഏലക്കാപ്പൊടിയും, ഒരു 4-5 ഗ്രാമ്പൂ, പിന്നെ 1 ഇഞ്ച് നീളം സിനമൻ, അതായത് പട്ട. അതേ പാനിലേക്ക് തന്നെ, അതേ മസാലയുടെ കൂട്ടിൻ്റെ അതേ പാനിൽ തന്നെ നമുക്ക് ഇതെല്ലാം കൂടി ഇട്ട് കൊടുത്തിട്ട് ഈ സ്പൈസസ് ഒക്കെ നന്നായിട്ടൊന്ന് പച്ചമണം പോകുന്ന വരെ ഒന്ന് വഴറ്റി കൊടുക്കാം. വേറെ പാൻ എടുക്കേണ്ട ആവശ്യമില്ല, ഇതിൽ തന്നെ നമുക്ക് ചെയ്തെടുക്കാം. ഇപ്പം ജീരകത്തിൻ്റെയൊക്കെ ആ ഒരു മണമൊക്കെ നന്നായിട്ട് ഫ്ലേവർ വരുന്ന വരെ ഒന്ന് വഴറ്റി കൊടുക്കുക. ബട്ടറിൽ വഴറ്റുന്ന കാരണം നല്ലൊരു മണം വരും. ബട്ടർ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഗീയും ഉപയോഗിക്കാം. ഇതിലേക്ക് നമുക്കൊരു വലിയ സൈസ് സവാള കുഞ്ഞായിട്ട് അരിഞ്ഞതും കൂടി ഇതിലേക്ക് ചേർത്തി കൊടുക്കാം. ഇനി ഇതും നന്നായിട്ട് തന്നെ ഒരു ഗോൾഡൻ ബ്രൗൺ ആവുന്ന വരെ നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം. ഒരുപാട് ഗോൾഡൻ ബ്രൗൺ ആവണ്ട, ഒന്ന് നന്നായിട്ടൊന്ന് വാടിയാൽ മതി. ആ വെണ്ണയുടെയൊക്കെ മണവും നമുക്ക് നല്ലൊരു മണമായിരിക്കും ഈ സമയത്ത്. ഇത് നന്നായിട്ട് വാടുന്ന വരെ നമുക്കിത് വഴറ്റിക്കൊണ്ടേയിരിക്കണം. കരിഞ്ഞു പോവാതെ സൂക്ഷിക്കുക. ഇനി ഈ സമയത്ത് നമുക്ക് 1 ഇഞ്ച് നീളം ജിഞ്ചർ, അതായത് ഇഞ്ചിയും, പിന്നെ ഒരു 5-6 വെളുത്തുള്ളിയും കൂടെ ഒന്ന് ഇട്ട് കൊടുക്കാം. ചതച്ചിട്ട് കൊടുക്കണമെങ്കിൽ അതും കുഴപ്പമില്ല. അതല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ തന്നെ നമുക്ക് ഇട്ട് കൊടുക്കാം. പേസ്റ്റ് ഇട്ട് കൊടുക്കണ്ട, ഒന്നില്ല ചതച്ചിട്ട് കൊടുക്കുക. അതല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ നമുക്ക് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം. അതും കൂടെ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. ഇത് ഏകദേശമൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് വഴന്ന് വരുന്ന സമയത്ത് നമുക്ക് പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ ചുവന്ന മുളക് പൊടി, പിന്നെ ഒരു 1/4 ടേബിൾ സ്പൂണോളം പെപ്പർ പൗഡർ, പിന്നെ ഒരു 1/2 ടേബിൾ സ്പൂൺ കൊറിയാണ്ടർ പൗഡറും, പിന്നെ ഒരു 1/4 ടീസ്പൂണോളം ഗരം മസാല, പിന്നെ നമുക്ക് ഒരു 2 നുള്ള് കസൂരി മേത്തിയാണ് വേണ്ടത്. അതും കൂടി ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് വഴറ്റാം. എല്ലാ പൊടികളുടെ പച്ചമണം പോകുന്ന വരെ നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം. ഇനി നമുക്ക് ഒരു വലിയ തക്കാളി ഇതിലേക്ക് ചേർത്തി കൊടുക്കാം. അരിഞ്ഞിട്ട് ചേർത്തി കൊടുക്കാം. ചെറുതാണെങ്കിൽ 2 എടുക്കാം, വലുതാണെങ്കിലും 1 മതി. അതും കൂടി ഇട്ടിട്ട് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് നന്നായിട്ട് വേവിച്ചെടുക്കണം. അതായത് തക്കാളിയൊക്കെ നന്നായിട്ട് കുഴഞ്ഞ പരുവത്തിൽ വരുന്ന വരെ നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. ഇനിയിപ്പോൾ ഈ സമയമാകുമ്പോൾ നന്നായിട്ടൊന്ന് വഴന്ന് വരുമ്പോൾ നമുക്ക് പനീർ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്നതും കൂടെ നമുക്കിതിലേക്ക് ചേർത്തി കൊടുക്കാം. ഇനി നല്ലപോലെ ഒന്ന് വഴറ്റിയാൽ മതി. പനീരൊന്നും ഉടഞ്ഞു പോവാതെ ഒന്ന് സൂക്ഷിക്കണം. ഈ സമയത്ത് ഉപ്പൊക്കെ നോക്കിയിട്ട് ആവശ്യമെങ്കിൽ നമുക്ക് ഉപ്പും കൂടെ ആഡ് ചെയ്ത് കൊടുക്കണം. ടേസ്റ്റിനനുസരിച്ച് ഉപ്പും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്ക് കുറച്ചും കൂടെ ഗ്രേവി വേണമെന്നുണ്ടെങ്കിൽ കോൺഫ്ലവർ കലക്കി ഒഴിക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ കുറച്ച് ചൂടുവെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുത്താൽ മതി. ഇപ്പോൾ പനീരൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. പൊടിഞ്ഞു പോവാതെ വേണം നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാനായിട്ട്. അപ്പം ഇത്രയും ഗ്രേവി മതിയെങ്കിൽ ഇതോടുകൂടി നിർത്താം. അതല്ലാന്നുണ്ടെങ്കിൽ കോൺ സ്റ്റാർച്ചും കൂടെ നമുക്കിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ പനീർ മസാല റെഡി ആയിട്ടുണ്ട്. കുറഞ്ഞ ചേരുവകൾ, വീട്ടിലുള്ള ചേരുവകൾ കൊണ്ട് തന്നെ ഈസി ആയിട്ട് എങ്ങനെ ഉണ്ടാക്കാമെന്നാണ് നമുക്ക് കാണിച്ചത്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. അപ്പോൾ ഇതുപോലത്തെ വീണ്ടും കുറേ സിമ്പിൾ റെസിപ്പീസായിട്ട് നമുക്ക് വീണ്ടും കാണാം.